മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ എറണാകുളം വല്ലാർപാടത്തെ ബസിലിക്കയിലാണ് പ്രഖ്യാപനം. ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയായ മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, എന്തൊക്കെയാണ് ചടങ്ങുകൾ ആരംഭിച്ചോ? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പങ്കെടുക്കുന്നത്? കഴിഞ്ഞു അല്പസമയം മുൻപാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രദക്ഷിണമായി വൈദികരെല്ലാവരും ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിൽ പ്രധാന കാർമ്മികത്വം എന്ന് വഹിക്കുന്നത് ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. മാത്രമല്ല സഭയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല വയനാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഈ ലിഡിയ വീണ്ടും ചേരുന്നുണ്ട്. ലിഡിയ, ചടങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ. ലയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വൈദികരെല്ലാവരും ഈ പരിപാടി നടക്കുന്ന ചടങ്ങ് നടക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തുക. മാത്രമല്ല പ്രധാനപ്പെട്ട സഭാ പ്രതിനിധികൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ മുഖ്യ നേതൃത്വവും കാര്യങ്ങളുമൊക്കെ വഹിക്കുന്നത് ഈ സഭയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളാണ്. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോ പോൾഡോ ജിറേലിയാണ് സന്ദേശം നൽകുക. പ്രധാനപ്പെട്ട മുഖ്യ സന്ദേശം നൽകുക അദ്ദേഹമാണ്. മാത്രമല്ല അത്യുന്നത കർദിനാൾ ഡോക്ടർ ഓഷ്വാൾഡ് ഗേഷ്യസ് അടക്കമുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. എലീഷയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യുന്നത് അദ്ദേഹമാണ്. മാത്രമല്ല വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട്, കുർബാനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഈ തിരുസ്വരൂപ അനാവരണം ചെയ്യുന്നത് ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആണ്. മാത്രമല്ല ഈ എലീഷയുടെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. ആ ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന അതിലേക്ക് ഉയർത്തപ്പെടുന്നത്. ആ ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് തിരുസ്വരൂപ അനാവരണത്തോടു കൂടിയിട്ടാണ് വാഴ്ത്തപ്പെട്ടവളായി അത്തരത്തിലുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. മദർ എലീഷയെ കുറിച്ചുകൂടി പറയാമോ ലിഡിയ? നമ്മൾ കേട്ടിട്ടുണ്ട് അനാഥ മന്ദിരം, സ്കൂളുകൾ, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ബോർഡിങ്ങുകൾ, അങ്ങനെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. തീർച്ചയായും സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് മദർ എലീഷ എന്ന് പറയുന്നത്. 1831 എലീഷ ജനിച്ചത്. വൈപ്പിനിലാണ് ജനനം. തുടർന്ന് 16-ാം വയസ്സിൽ വിവാഹിതയായി. ആ വിവാഹത്തിലൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഒരു 20-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെട്ടതോടുകൂടിയാണ് സന്യാസത്തിലേക്ക് കടക്കുന്നത്. 1862 വരെ 10 വർഷത്തെ ധ്യാനത്തിനു ശേഷം ഈ ഒരു സന്യാസത്തിലേക്ക് കടക്കുകയും പിന്നീട് കേരളത്തിലെ ആദ്യത്തെ ഒരു സന്യാസ സഭയായിട്ടുള്ള ആദ്യത്തെ സന്യാസ സഭ ആരംഭിക്കുകയാണ്. എലീഷയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആരംഭിക്കുന്നത്. പിന്നീട് ഈ സ്കൂളുകളും ഒപ്പം ഈ പെൺകുട്ടികൾക്കായിട്ടുള്ള ഹോസ്റ്റലുകളും കാര്യങ്ങളും അനാഥ മന്ദിരങ്ങളും ഒക്കെ നിർമ്മിച്ച് ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ, അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കുമൊക്കെ പ്രധാനപ്പെട്ട പ്രാതിനിധ്യം നൽകണമെന്ന് എലീഷ ഉറച്ചു വിശ്വസിക്കുകയും തുടർന്ന് അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ സന്യാസ സഭ
സഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കായി ഹോസ്റ്റലുകൾ സ്ഥാപിക്കുന്നു, ഒപ്പം സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നു, അനാഥ മന്ദിരങ്ങൾ സ്ഥാപിക്കുകയും അത്തരത്തിൽ ഈ സന്യാസ സഭയ്ക്കൊപ്പം തന്നെ ഈ മറ്റുള്ള പ്രവർത്തനങ്ങളിലും സ്ത്രീ ശാക്തീകരണത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിനുശേഷമാണ് തുടർന്ന് ഒരു ധന്യ പദവിയിലേക്ക് എലീഷയെ ഉയർത്തുകയും പിന്നീട് ഇപ്പോൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ജീവിച്ചിരുന്ന കാലയളവിൽ ചെയ്ത പ്രധാനപ്പെട്ട സാമൂഹിക സേവനങ്ങൾ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഒരു വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. ഈ സന്യാസ സഭയ്ക്ക് വേണ്ടിയിട്ടും ചെയ്ത ആത്മീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. ഇതിനു മുൻപ് ഒരു 8 വർഷം മുൻപാണ് ധന്യയായി പ്രഖ്യാപിച്ചത്. അത് ഇതുപോലെ തന്നെ ഒരു നവംബർ 8-ാം തീയതിയാണ് ധന്യയായി പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരുന്നത്. അതായത് ഈ വാഴ്ത്തപ്പെട്ട പദവി എന്ന് പറയുന്നത് വിശുദ്ധ പദവിക്ക് തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശുദ്ധ പദവിയിലേക്കുള്ള ഏറ്റവും അവസാനത്തെ കടമ്പയാണ് ആ ഒരു. ശരി ലിഡിയ, ധന്യ മദർ എലീഷ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുകയാണ്. പ്രഖ്യാപനം വല്ലാർപാടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചടങ്ങുകളാണ്. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത്.